ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനി മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. എമ്പുരാൻ എന്ന ചിത്രത്തിൻ്റെ ആദ്യത്തെ ഹിഡൻ ഡീറ്റെയിൽസ് വീഡിയോ ആണിത്. വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് സ്പോയിലറായി പോകണ്ടെന്നുണ്ടെങ്കിൽ ചിത്രം കണ്ടിരിക്കാൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. ചിത്രത്തിന്റെ തുടക്കത്തിൽ ഇറാഖിലെ ഭാഗങ്ങൾ കാണിക്കുമ്പോൾ അവിടെ യുദ്ധം നടന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. കെട്ടിടങ്ങൾ നശിച്ചിരിക്കുന്നതായും വണ്ടികൾ കത്തിപ്പോയിരിക്കുന്നതായും ഭിത്തികളിലും മറ്റും വെടിയേറ്റിരിക്കുന്നതായും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ മിഷേൽ ചാരി നിൽക്കുന്ന ആ ഒരു ഭിത്തിയിലും കുറെ വെടിയേറ്റ പാടുകളും മറ്റും ഉണ്ടെങ്കിലും അതുകൂടാതെ അതിൻ്റെ പല ഭാഗത്തായും ചുവർ ചിത്രങ്ങൾ പോലെ പല കാര്യങ്ങളും പല സിമ്പലുകളും മറ്റും കൊത്തിവെച്ചിരിക്കുന്നതായും കാണാം. ഇതിനുശേഷം മിഷേൽ ആ ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ അകത്തേക്ക് കയറാനായി പോകുമ്പോൾ അതിന്റെ മുന്നിലായി റസൂൽ മുഹമ്മദ് എന്നും മറുവശത്തായി ലാ ഇലാഹ ഇല്ലല്ലാ എന്നോ മറ്റോ എഴുതിയിരിക്കുന്നതായും കാണാം. സോ അവിടെ ഒരു മുസ്ലിം ക്രിസ്ത്യൻ വാർ നടന്നിട്ടുണ്ട് എന്നതിനെ തന്നെയാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. ഇത് ഞാൻ മുന്നേ ടീസർ ഡീകോഡിംഗ് വീഡിയോയിൽ തന്നെ ഈ ഒരു കാര്യത്തെ പറ്റി പറഞ്ഞിരുന്നതാണ്. ഇതിനുശേഷമാണ് ഇന്ത്യയിലെ ഗുജറാത്ത് കലാപവും മറ്റും നമ്മളെ കാണിക്കുന്നത്. സോ തുടക്കത്തിൽ ഇവിടെ കാണിക്കുന്ന ഇറാഖിലെ ഈ സീനുകളും പിന്നീട് ഇന്ത്യയിൽ കാണിക്കുന്ന ആ രംഗങ്ങളും രണ്ട് രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നതെങ്കിലും ഈ രണ്ട് സീനുകളും തമ്മിൽ പൊതുവായ കുറെ സാമ്യങ്ങളുണ്ടെന്ന് കാണാം. അതായത് ഇവിടെ ഇറാഖിൽ ക്രിസ്ത്യൻ മുസ്ലിം യുദ്ധം നടന്നതിനെ സൂചിപ്പിക്കുമ്പോൾ ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം കലാപം നടക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇറാഖിലെ ഈ സീനിൽ ആ ഒരു പള്ളിയിൽ രണ്ട് കൂട്ടർ ഖുറേഷി എബ്രാമും കബുഗയും വന്നുകൊണ്ട് ഒരു ചർച്ച നടത്തുന്നതായിട്ടാണ് കാണിക്കുന്നത്. നേരെ ഓപ്പോസിറ്റായി ഇന്ത്യയിൽ മാസി എന്ന് വിളിക്കുന്ന അവരുടെ ആ ഒരു കൊട്ടാരത്തിൽ മുസ്ലിങ്ങൾ അഭയം പ്രാപിച്ച് വരുന്നതായും മാസി പിറ്റേന്ന് രാവിലെ ഈ ഭ്രാന്തെല്ലാം അവസാനിക്കും, അപ്പോൾ നമുക്ക് രണ്ട് കൂട്ടരെയും വിളിച്ച് ചർച്ച നടത്താമെന്നും പറയുന്നുണ്ട്. ഇതുകൂടാതെ ആ ഒരു കൊട്ടാരത്തിൽ ശത്രുക്കൾ എല്ലാവരും മരിച്ചുവെന്ന് കരുതുന്നിടത്ത് നിന്നാണ് സെയ്ദ് മസൂദ് രക്ഷപ്പെട്ടു പോകുന്നത്. ഇതുപോലെ തന്നെയാണ് ഈ ഒരു പള്ളിയുടെ അകത്ത് ശത്രുക്കൾ മരിച്ചുവെന്ന് കരുതുന്ന രീതിയിൽ തന്റെ ഫേക്ക് മരണം സൃഷ്ടിച്ചുകൊണ്ട് ഖുറൈഷി എബ്രാം രക്ഷപ്പെട്ടു പോകുന്നതായി കാണിക്കുന്നത്. അതോടൊപ്പം ആ ഒരു ബോംബ് സ്ഫോടനത്തിൽ ആ ഒരു പള്ളി മുഴുവനായും തകരുന്നതായും ഇന്ത്യയിൽ ആ ഒരു കൊട്ടാരം തന്നെ മുഴുവനായും കത്തി നശിക്കുന്നതായും കാണിക്കുന്നു. ഇങ്ങനെ സിനിമയുടെ തുടക്കത്തിൽ ആ രണ്ട് രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങൾ രണ്ട് രീതിയിലാണ് നമ്മളെ കാണിച്ചിരിക്കുന്നതെങ്കിൽ പോലും അതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ഒരുപോലെ തന്നെ കൊണ്ടുപോകാൻ മുരളി ഗോപി ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നീട് മുരളി ഗോപിയുടെ ശബ്ദത്തിൽ ഖുറൈഷി എബ്രാം നെക്സസിനെ കുറിച്ചും ഷെൻഡ്രയാഡ് നെക്സസിനെ കുറിച്ചുമെല്ലാം പറയുമ്പോൾ അതിൽ ഗോഡ് ആക്സിസ് എന്ന കാര്യം പറയുമ്പോൾ ഗോഡിനെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ നല്ല കാര്യമെന്ന് അർത്ഥമാക്കുന്ന ഒരു കുഞ്ഞു മാലാക അവിടെ നിൽക്കുന്നതായി കാണിക്കുകയും ഇതിനുശേഷം ലൂസിഫർ നെക്സസ് എന്ന് പറയുന്ന സമയത്ത് അവിടെ കുരിശ് തകർന്ന് കിടക്കുന്നതായും ഒരു മാലാക കൈ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന രീതിയിൽ തറയിൽ വീണ് കിടക്കുന്നതായും കാണാം. സോ നമുക്കറിയാം ലൂസിഫർ എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട മാലാകയാണ്. സോ ആ ഒരു മാലാകയെ സൂചിപ്പിക്കുന്നത് പോലെയാണ് ലൂസിഫർ നെക്സസ് എന്ന പേര് പറയുമ്പോൾ തന്നെ തകർന്ന കുരിശും സ്വർഗത്തിൽ നിന്ന് വീണ് മുകളിലേക്ക് നോക്കിക്കിടക്കുന്നത് പോലെയുള്ള ആ ഒരു മാലാകയുടെ രൂപവും അതേ ടൈമിൽ തന്നെ കാണിക്കുന്നത്. പിന്നീട് ഇന്ത്യയിലെ കഥകളിലേക്ക് വരുമ്പോൾ മൊഹസിൻ എന്ന് പറഞ്ഞ ആളെ കൊന്നതിന് ശേഷം അവർ പുറത്തേക്ക് പോകുമ്പോൾ അവിടെ പലരെയും കൊന്ന് വണ്ടിയുടെ മുകളിലും റോഡിലുമെല്ലാം ഇട്ടിരിക്കുന്നതായി കാണാം. എന്നാൽ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ദൂരെ രണ്ടുപേരെ കെട്ടിത്തൂക്കി കൊന്നിട്ടിരിക്കുന്നതായും കാണിക്കുന്നുണ്ട്. സോ ആ ഒരു സംഭവത്തിന്റെ ഭീകരത എത്ര മാത്രമാണെന്ന് കാണിക്കാൻ പൃഥ്വിരാജ് സുകുമാരന് ഈ ഒരു ഒറ്റ ഷോട്ടിന്റെ മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. ഇതിനുശേഷമാണ് മസൂദും കൂട്ടരും ആ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് അഭയം പ്രാപിക്കാനായി വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് ഈ ഒരു കൊട്ടാരത്തിൽ നിങ്ങൾക്ക് താമസിക്കാനുള്ള ധാരാളം സ്ഥലമുണ്ടെന്ന്. സോ ഈ ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നത് പോലെ പിന്നീട് അവിടെ പ്രക്ഷോഭം നടക്കുമ്പോൾ അവർ ഫോൺ ചെയ്യാനായി പോകുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി ആ കൊട്ടാരത്തിലുള്ള പൂർവികരുടെ ഫോട്ടോയും മറ്റും നമുക്ക് കാണാം. ഇതിനുശേഷമാണ് ബൽരാജിന്റെ ഇൻട്രോ സീൻ. ഈ ഒരു സീനിൽ അയാളെ കാണിച്ചിരിക്കുന്നത് തന്നെ തീ പിടിച്ചുകൊണ്ട് മരണവെപ്രാളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കുതിരയുടെ ബാക്ക്ഗ്രൗണ്ടിലൂടെയാണ്. അതായത് ഒരു മിണ്ടാപ്രാണിയെ പോലും വിടാതെ അതിനെപ്പോലും ക്രൂരമായി ഉപദ്രവിക്കുന്ന ഒരാളാണെന്ന രീതിയിലാണ് ഈ ഒരു ഷോട്ടിലൂടെ ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ ഈ സീനിൽ അയാൾ ഇട്ടിരിക്കുന്ന വേഷം ചുവപ്പും കറുപ്പുമാണ്. നമുക്കറിയാം ചുവപ്പെന്ന് പറയുന്നത് രക്തത്തെയും വയലൻസിനെയും എല്ലാം സൂചിപ്പിക്കുന്നതാണ്. കൂടാതെ കറുപ്പെന്ന് പറയുന്നത് ഇരുട്ടിനെയും മരണത്തെയും പറ്റിയും സൂചിപ്പിക്കുന്നു. സോ ആ ഒരു ക്യാരക്ടറിനെ സൂചിപ്പിക്കുന്നത് പോലെയാണ് അയാളുടെ ഇൻട്രോ സീനിൽ അയാൾ ഈ വേഷങ്ങൾ തന്നെ ധരിച്ചിരിക്കുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റായി നല്ല മനസ്സുള്ള മാസി എന്ന ക്യാരക്ടറിനെ കാണിക്കുമ്പോൾ അവർ ധരിച്ചിരിക്കുന്നത് ഗോൾഡും വൈറ്റും കലർന്ന നിറങ്ങളാണ്. ഇത് അവരുടെ ആ ഒരു പ്രൗഢിയെയും നല്ല മനസ്സിനെയും സൂചിപ്പിക്കുന്നതാണ്. ഇങ്ങനെ ആ രണ്ട് ലീഡർ കഥാപാത്രങ്ങളെയും അവരുടെ സ്വഭാവങ്ങളെ സൂചിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ വേഷങ്ങളിലൂടെ കാണിച്ചിരുന്നത്.
ശേഷം പ്രസന്റിലേക്ക് കഥ വരുമ്പോൾ അവിടെ സ്പേസിലെ ഒരു സാറ്റലൈറ്റ് കാണിക്കുന്നുണ്ട്. അതിന്റെ പേരായി അവിടെ പറഞ്ഞു പോകുന്നത് ചൈനീസ് സ്പൈസ് സാറ്റലൈറ്റ് എന്നും ഷാഡോ ഡ്രാഗൺ എന്നുമാണ്. സിനിമയിൽ ഇങ്ങനെ ആഫ്രോ ചൈനീസ് ബന്ധമുള്ള ഷെൻ ഡ്രയാഡ് സഖ്യത്തെ പറ്റി പറയുകയും അവരിലെ റെക്യൂനയുടെ ക്യാരക്ടർ ഇടുന്ന ഡ്രസ്സിന്റെ പുറകിലായി ഒരു ഡ്രാഗന്റെ ചിത്രമുണ്ടെന്നും കാണിക്കുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഈ ഷാഡോ ഡ്രാഗൺ എന്ന് പേരിട്ടിരിക്കുന്ന ആ ചൈനീസ് സ്പൈസ് സാറ്റലൈറ്റ് ഷെൻ ഡ്രയാഡ് സഖ്യത്തിലെ റിക്യൂനയുടെ ക്യാരക്ടറിന്റെ അധീനതയിൽ വരുന്നതാണെന്നും സിനിമയിൽ ഒരു ഭാഗത്ത് ആ ഒരു നെക്സസ് ഖുറൈഷി എബ്രഹാം നെക്സസിനെക്കാട്ടിലും വലുതാണെന്ന് പറയുന്നത് പോലെ അത്രയും പവർഫുൾ ആയിട്ടുള്ള ആ ഒരു നെക്സസിനെ കാണിക്കുന്നതിന് വേണ്ടിയാണ് അവരുടെ ഈ ഒരു സാറ്റലൈറ്റ് തുടക്കത്തിൽ തന്നെ കാണിച്ചു പോയതെന്നും ഒരുപക്ഷെ അവർ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കാം. കൂടാതെ അവരുടെ നെക്സസിനെ ഗോഡ് ആക്സിസ് എന്ന് പറയുന്നത് പോലെ ഗോഡിനെ സൂചിപ്പിക്കുന്നത് പോലെയാണ് അവരുടെ ആ സാറ്റലൈറ്റ് ആകാശത്ത് നിന്നും ഭൂമിയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതായി കാണിക്കുന്നത്. പിന്നീട് ആശ്രയത്തിലെ ഗോവർദ്ധന്റെ മുറി കാണിക്കുന്നുണ്ട്. ആ സമയം ഗോവർദ്ധൻ കേരള രാഷ്ട്രീയത്തെ പറ്റിയും മറ്റും സ്ഥിരമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് അയാളുടെ ഷെൽഫിലായി അതുമായി ബന്ധപ്പെട്ട് വരുന്ന രീതിയിൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ്, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, വെൻ ക്രൈം പേസ്, മണി ആൻഡ് മസിൽ ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്, ഇന്ത്യ മിസ്ഇൻഫോംഡ് തുടങ്ങിയ പുസ്തകങ്ങളും കൂടാതെ ഇലുമിനാറ്റിസത്തെ അല്ലെങ്കിൽ ഈ ഒരു അധീന ശക്തിയെല്ലാം സൂചിപ്പിക്കുന്നത് പോലെ ഇലുമിനാറ്റിയം, ഇഫ് ഗോഡ് വാസ് എ ബാങ്കർ തുടങ്ങിയ പേരിലുള്ള പുസ്തകങ്ങൾ നമുക്ക് കാണാം. ഇതുകൂടാതെ അയാളുടെ മുറിയുടെ മറ്റൊരു ഭാഗത്തായി ചൈനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വാർത്തകളും ക്രിമിനൽസിന്റെയും അധികാരികളുടെയും മറ്റും ചിത്രങ്ങളും ക്രൈംസിനെ പറ്റിയുള്ള കാര്യങ്ങളും മറ്റും കൊടുത്തിരിക്കുന്നതായും കാണിച്ചിട്ടുണ്ട്. ഇതിന് കാരണം ഈ ഒരു ക്യാരക്ടർ പിന്നീട് ഒരിക്കൽ കാർത്തിക്കിനോട് ഷെൻ ഡ്രയാഡ് സഖ്യത്തെ പറ്റി അറിയാമോ, ഗോഡ് ആക്സിസിനെ പറ്റി അറിയാമോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഈ ഷെൻ ഡ്രയാഡ് സഖ്യം ചൈനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാകാം ഇതിനെല്ലാം പറ്റി പഠിക്കുന്ന ഗോവർദ്ധൻ ചൈനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരം വാർത്തകളും കാര്യങ്ങളുമെല്ലാം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതായി കൂടി കാണിച്ചു പോയത്. ലൂസിഫർ എന്ന ചിത്രത്തിൽ NBTVയുടെ ഓഫീസ് കാണിക്കുമ്പോൾ അവിടെ മണപ്പാട്ടിൽ ചാണ്ടി ഫണ്ടിങ് നടത്തിയിരുന്നത് കൊണ്ട് അവരുടെ ഓഫീസിലായി മണപ്പാട്ടിൽ ചാണ്ടിയുടെ ചിത്രവും മറ്റും കൊടുത്തിരുന്നതായി കാണിച്ചിരുന്നു. എന്നാൽ ആ ചിത്രത്തിന്റെ അവസാനം തന്നെ സ്റ്റീഫൻ നേരിട്ട് ഫണ്ടിങ് നടത്തുന്നതായിട്ടാണ് കാണിച്ചിരുന്നത്. അതുകൊണ്ടാണ് എമ്പുരാൻ എന്ന ചിത്രത്തിലേക്ക് എത്തിയപ്പോൾ ഇവിടെ ആ ഒരു ഓഫീസ് കാണിക്കുമ്പോൾ പൂർണ്ണമായും മണപ്പാട്ടിൽ ചാണ്ടിയുടെ ചിത്രങ്ങളും മറ്റും ഒഴിവാക്കിയിരിക്കുന്നതായും ഒരുപക്ഷെ സ്റ്റീഫൻ ഫണ്ടിങ് നടത്തുന്നത് രഹസ്യമാക്കി വെച്ചിരിക്കുന്നത് കൊണ്ടോ മറ്റോ അത്തരത്തിലുള്ള ഫോട്ടോയും മറ്റും അവിടെയൊന്നും പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുന്നതായും കാണിച്ചത്. കൂടാതെ ലൂസിഫറിൽ തന്നെ സ്റ്റീഫൻ പണം കൊടുത്തതിനു ശേഷം ഇനിയുള്ള NBTVയുടെ എഡിറ്റോറിയൽ പോളിസിയെല്ലാം പ്രിയദർശിനി പറയുന്നത് പോലെ ആയിരിക്കണം എന്നുകൂടി പറയുന്നുണ്ട്. ഇതുകൊണ്ടുകൂടിയാണ് ഈ എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ തുടക്കത്തിൽ നൈല ഉഷയുടെ ക്യാരക്ടർ CMന്റെ പരിപാടിയെപ്പറ്റി അറിയാനായി പ്രിയദർശിനിയെ വിളിച്ച് കാര്യം തിരക്കുന്നതായി കാണിക്കുന്നത്. ബാബ ബജ്രംഗി എന്ന ക്യാരക്ടർ BJPയുമായി ബന്ധപ്പെട്ട് വരുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഈ ചിത്രത്തിൽ ASM എന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട് വരുന്നതുകൊണ്ട് കാവി കളറാണ് അവരുടെ കൊടിക്കും മറ്റുമെന്ന് കാണിച്ചിട്ടുണ്ട്. സോ ഇത് കൂടാതെ അയാൾ വന്നിറങ്ങുന്ന ഹെലികോപ്റ്ററിന്റെ കളർ പോലും ഏകദേശം ഈ ഒരു കളറുമായി സിമിലറായി തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. കൂടാതെ ഇതേ സീനുകളിൽ തന്നെ IUF എന്ന പാർട്ടിയുടെ ഇടയിലേക്ക് ASMന്റെ പാർട്ടിക്കാർ കടന്നു വരുന്നതായും കൊടികൾ പിടിച്ചുകൊണ്ട് IUF പാർട്ടിക്കാരുടെ മുകളിലൂടെ പോകുന്നതായും കാണിക്കുന്നുണ്ട്. സോ ഈ സമയം ആ ഷോട്ട് കാണിച്ചിരിക്കുന്നത് IUF എന്ന പാർട്ടിയെ ASM എന്ന പാർട്ടി മുഴുവനായി മൂടുന്നത് പോലെയാണ്. അതായത് ആ പാർട്ടിയെ ബജ്രംഗി കീഴടക്കാൻ പോകുന്നത് പോലെയാണ്, അല്ലെങ്കിൽ അവർക്കുമേൽ അധികാരം സ്ഥാപിക്കാൻ പോകുന്നത് പോലെയാണ് കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന മറ്റൊരു ഷോട്ടും സിനിമയിലുണ്ട്. അതായത് സിനിമയുടെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ ജതിൻ രാംദാസ് കേരളം വിട്ട് ബജ്രംഗിയെ കാണാനായി നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ആ ഷോട്ട് കാണിച്ചിരിക്കുന്നത് ജതിൻ രാംദാസിന്റെ ആ ഒരു കേരള സ്റ്റേറ്റ് 1-ാം നമ്പർ കാറിന്റെ ആംഗിളിൽ ക്യാമറ വെച്ചുകൊണ്ട് അതിൽ നിന്നും ജതിൻ രാംദാസും കൂട്ടിനും ദൂരേക്ക് പോകുന്നത് പോലെയാണ് കാണിച്ചിരിക്കുന്നത്. സോ പിന്നീട് നമുക്കറിയാം ജതിൻ രാംദാസ് ഒരിക്കലും തിരിച്ച് കേരളത്തിലേക്ക് എത്തിയിട്ടില്ല. അതിനു മുന്നേ തന്നെ അയാൾ മരണപ്പെടുകയാണ്. സോ ഈ ഒരു ഷോട്ടിലൂടെ അത്തരത്തിൽ കേരളത്തിൽ നിന്നും അകന്നു പോകുന്ന അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ജതിനെയാണ് ഇങ്ങനെ മനോഹരമായി തന്നെ പൃഥ്വിരാജ് സുകുമാരൻ കാണിച്ചത്. നേരത്തെ ഞാൻ ഗോവർദ്ധൻ എന്ന ക്യാരക്ടറിന്റെ ഷെൽഫിലെ പുസ്തകങ്ങളെ പറ്റി മറ്റും പറഞ്ഞിരുന്നു. ഇതുപോലെ തന്നെ ബോറിസിന്റെ വീട് കാണിക്കുന്ന സമയം അയാളുടെ ഷെൽഫിലായി അയാൾ ഒരു MI6 ഏജന്റ് ആയതുകൊണ്ട് MI6, MI5 തുടങ്ങിയ ഏജൻസികളുടെയും മറ്റും പുസ്തകങ്ങൾ അയാളുടെ ഷെൽഫിൽ ഇരിക്കുന്നതായും ഇതുകൂടാതെ അയാൾ ഖുറൈഷി എബ്രഹാം അല്ലെങ്കിൽ ഇന്ത്യക്കാരനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്നെഴുതിയിട്ടുള്ള പുസ്തകങ്ങളും മറ്റും അയാളുടെ ഷെൽഫിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതായും കാണാം.
ഇതിനുശേഷം അണ്ടർഗ്രൗണ്ടിലേക്ക് അയാൾ വരുന്ന സമയത്ത് അവിടെ അയാൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറും ലാപ്ടോപ്പും എല്ലാം പുതിയതാണ്. എന്നാൽ ഇതുകൂടാതെ അതിന്റെ ഒരു മൂലയ്ക്കായി മുന്നേ അദ്ദേഹം യൂസ് ചെയ്തിരുന്ന ഒരു പഴയ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ നമുക്ക് കാണാം. സോ ബോറിസ് കുറെ വർഷങ്ങളായി ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ അണ്ടർഗ്രൗണ്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഒരുപാട് വർഷങ്ങളായി തന്നെ ബോറിസ് ഖുറേഷി എബ്രാമുമായി കണക്ട് ചെയ്തിരിക്കുകയാണെന്നും ഇതിലൂടെ ഡീറ്റെയിൽ ചെയ്യുന്നുണ്ട്. ഇനിയൊരു മനോഹരമായൊരു ഡീറ്റെയിൽ ഉണ്ട്. അതായത് ഈ സീനിൽ ബോറിസ് ഖുറേഷി എബ്രാമിനോട് ഇനി എന്താണ് പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ യു വിൽ സീ ബോറിസ് എന്ന് ഖുറേഷി എബ്രാം മറുപടി പറയുന്നുണ്ട്. ഈ സമയം ബോറിസിന്റെ ടിവിയിൽ യൂഷ്വൽ സസ്പെക്ട് ചിത്രം പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും അതിലെ ഒരു ഡയലോഗ് കേൾപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. What's your plan? You will see, Boris. You will see. The greatest trick the devil ever pulled was convincing the world he didn't exist. അതായത് ചെകുത്താന്റെ ഏറ്റവും വലിയ ട്രിക്ക് അയാൾ എക്സിസ്റ്റ് ചെയ്തിരുന്നുവെന്ന്, അയാൾ നിലനിന്നിരുന്നുവെന്ന് മറ്റുള്ളവരെ അറിയിക്കാതിരുന്നതാണ് എന്നുള്ള ഡയലോഗാണ് അവിടെ കേൾപ്പിക്കുന്നത്. സോ ബോറിസ് എന്താണ് പ്ലാൻ എന്ന് ചോദിക്കുന്ന സമയത്താണ് ഈ ഒരു ഡയലോഗ് നമ്മളെ കേൾപ്പിക്കുന്നത്. ഇതിന് ശേഷമാണ് ഖുറേഷി എബ്രാമിന്റെ ആ പ്ലാൻ എന്തായിരുന്നുവെന്ന് നമ്മളെ കാണിക്കുന്നത്. അതായത് ആ ഒരു പള്ളിയുടെ അകത്ത് വെച്ച് കബുകയുമായി ഏറ്റുമുട്ടി താൻ മരണപ്പെട്ടുവെന്ന്, താൻ ജീവിച്ചിരിപ്പില്ല എന്ന് ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ഖുറേഷി എബ്രാമിന്റെ പ്ലാൻ. സോ ഈ ഒരു സീനിൽ വെച്ച് ഖുറേഷി എബ്രാം ആ ഒരു പ്ലാൻ ഒന്നും പറയുന്നില്ലെങ്കിൽ കൂടി യൂഷ്വൽ സസ്പെക്ട്സിലെ കൈസർ സോസയുടെ ആ ഒരു ഡയലോഗിൽ കൂടി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിന്റെ ഒരു ഫോർ ഷാഡോയിങ് അവിടെ നടത്തിയിരുന്നു. അടുത്തത് മുത്തു എന്ന ക്യാരക്ടർ സ്റ്റീഫന്റെ കാറിന്റെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് വിഷമിക്കുന്നതായി കാണിക്കുന്ന ഒരു സീൻ ചിത്രത്തിലുണ്ട്. ഈ സമയം അയാളുടെ പുറകിലായി രണ്ട് കുട്ടികൾ ഇരിക്കുന്നതായി കാണാം, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും. സോ ഇവർ ആരാണ് എന്ന് ചിത്രത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ആദ്യ ചിത്രത്തിൽ സ്റ്റീഫൻ നെടുമ്പള്ളി പള്ളിയിൽ നിന്നും PKRന്റെ മൃതദേഹം കാണാനായി പുറപ്പെടുന്ന സമയം അവിടേക്ക് രണ്ട് കുട്ടികൾ വരുന്നുണ്ട്. റാഹേൽ അമ്മയെന്ന് വിളിക്കുന്ന റാഹേലും റോബിച്ചനും. ഒരുപക്ഷെ സ്റ്റീഫനുമായി ഒരുപാട് അടുപ്പമുണ്ടായിരുന്ന ഈ രണ്ട് കുട്ടികളെയുമായിരിക്കാം ഇവിടെ 5 വർഷങ്ങൾക്കിപ്പുറം ഈ രീതിയിൽ സ്റ്റീഫനെ ഒരുപാട് മിസ് ചെയ്യുന്ന രീതിയിൽ കാണിച്ചിരിക്കുന്നത്. ലൂസിഫർ എന്ന ചിത്രമാണെങ്കിലും ഈ എമ്പുരാൻ എന്ന ചിത്രമാണെങ്കിലും ഡ്രഗ്സുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. സ്റ്റീഫൻ നെടുമ്പള്ളി അല്ലെങ്കിൽ ഖുറേഷി എബ്രാം ഡ്രഗിന് എതിരാണെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ബോറിസ് ഗോവർദ്ധന് ഒരു മെസ്സേജ് അയക്കുന്ന സമയം ഈ സീനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ലെങ്കിലും ഈ ചിത്രങ്ങൾക്ക് ഡ്രഗ്സുമായി ബന്ധമുള്ളത് കൊണ്ട് അവിടെ കാണിച്ചിരിക്കുന്ന ടിവിയിൽ ആ സമയം കാണിക്കുന്നത് ഇത്തരത്തിൽ ഡ്രഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്ത തന്നെയാണെന്ന് കാണാം. സ്റ്റീഫൻ നെടുമ്പള്ളി കേരളത്തിലേക്ക് എത്തിയതിനു ശേഷമുള്ള ആ ഒരു ഫൈറ്റ് സീനിൽ മരം എൽ പോലെ നിന്ന് കത്തുന്നതായി കാണിച്ചിട്ടുണ്ട്. ഇതിനുശേഷം ആ ഒരു ഫൈറ്റിന്റെ അവസാന ഭാഗത്തിലേക്ക് എത്തുമ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ പുറകിൽ നിന്ന് കത്തുന്ന ആ മരത്തിന്റെ രണ്ട് സൈഡിലേക്ക് പോകുന്ന തീകൾ സ്റ്റീഫനെ ചെകുത്താൻ എന്നെല്ലാം വിളിക്കുന്നത് പോലെ സ്റ്റീഫന്റെ തലയിൽ നിന്നും മുളച്ചിരിക്കുന്ന കൊമ്പുകൾ പോലെയാണ് കാണിച്ച് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഗോവർദ്ധൻ സ്റ്റീഫനെ കാണാനായി എത്തുന്ന സമയത്ത് സ്റ്റീഫൻ ഗോവർദ്ധനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്, സത്യം അറിയണമെങ്കിൽ കണ്ണ് മൂടിക്കെട്ടി ദിക്കറിയാതെ സഞ്ചരിക്കണമെന്ന്. സോ ഈ ഒരു സീനിൽ മാത്രമല്ല ഈ ഒരു ഡയലോഗിന്റെ പ്രസക്തി മറ്റൊരു ഭാഗത്തും ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അതായത് ജെദിനെ സ്റ്റീഫന്റെ ആളുകൾ വന്ന് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അയാളുടെ കണ്ണ് മൂടിക്കെട്ടി കൊണ്ടുപോകുന്നതായും ഈ സമയത്ത് സ്റ്റീഫൻ മരിച്ചുവെന്ന് കരുതിയിരിക്കുന്ന ജെദിൻ ഇങ്ങനെ കണ്ണു മൂടിക്കെട്ടി ദിക്കറിയാതെ എവിടെയോ ചെന്നതിന് ശേഷം സത്യം മനസ്സിലാക്കുന്നതുമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സോ ചിത്രത്തിന്റെ ഇടയ്ക്ക് വെച്ച് പറയുന്ന ആ ഒരു ഡയലോഗ് വെറുതെ അങ്ങ് പറഞ്ഞു പോവുകയല്ല, അതിന്റെ യൂസേജ് മറ്റൊരവസരത്തിൽ ഉണ്ടെന്നും കാണിച്ചിട്ടുണ്ട്. പൃഥ്വിരാജ് അവതരിപ്പിച്ചിട്ടുള്ള സെയ്ദ് മസൂദ് എന്ന ക്യാരക്ടർ പ്രതികാരത്തിനായി വരുന്ന സമയത്ത് അയാളുടെ യങ് വെർഷൻ ഒരു ഓർമ്മ പോലെ തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ എല്ലാം മുഖം കാണുന്നുണ്ട്. ആ സമയം അവിടെ കാണിച്ചിരിക്കുന്ന രണ്ടുപേരൊഴികെ മറ്റെല്ലാവരുടെയും മുഖത്ത് തീ പിടിച്ച് കത്തിയിരിക്കുന്നതായി കാണാം. കാരണം അവരെല്ലാം തന്നെ മരിക്കുന്നതിന് മുന്നെയോ മരിച്ചതിന് ശേഷമോ ബൽരാജ് ആ കൊട്ടാരത്തിന് തീ വെച്ചപ്പോൾ ഈ ശരീരത്തിലേക്ക് പടർന്നിട്ടുള്ളവരാണ്. എന്നാൽ രണ്ടുപേരുടെ മുഖത്ത് അങ്ങനെ കാണിച്ചിട്ടില്ല. അതിലൊന്ന് സെയ്ദ് മസൂദിന്റെ അനിയനാണ്, കാരണം അനിയൻ ആ ഒരു തീപിടുത്തത്തിൽ പെട്ടിട്ടില്ല. രണ്ടാമത്തെ ആൾ ആരാണെന്ന് എനിക്ക് തോന്നിയത് ഈ ഒരു കഥാപാത്രം മുഹ്സിൻ ബയ്യ എന്ന് വിളിക്കുന്ന മറ്റൊരു സ്ഥലത്ത് വെച്ച് ആ ആക്രമികൾ തലക്കടിച്ചു കൊന്നിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് അയാളുടെ മുഖത്ത് തീയൊന്നും പിടിക്കാത്തതുപോലെ പകരം തല പൊട്ടി ചോര ഒലിച്ചിരിക്കുന്നതായി മാത്രം കാണിച്ചത്. സോ മുഹ്സിൻ ബയ്യ എന്ന് പറയുന്ന ആളുടെ മുഖം ആദ്യം കാണിക്കുന്നില്ല എങ്കിലും പകരം ഈ ഒരു സീനിലൂടെ ഈ ഒരു ഡീറ്റെയിലൂടെ അത് ആരായിരുന്നു എന്ന് നമ്മളെ കാണിക്കുന്നുണ്ട്. ഈ ഫ്ലാഷ് ബാക്ക് സീനുകളിൽ തന്നെ സെയ്ദ് ഒരു ഖബറിന്റെ മുന്നിൽ വന്നു നിന്ന് കരയുന്നതായി കാണിക്കുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും തന്റെ അനിയന്റെ ഖബറാണെന്ന് ഉറപ്പാണ്. കാരണം മറ്റുള്ളവരുടെ ശരീരം ഒന്നും തന്നെ സംസ്കരിക്കാനായി സെയ്ദിന് കിട്ടിയിരുന്നില്ല.
സോ അവിടെ തന്റെ അനിയനെ അടക്കം ചെയ്ത് പോയി പിന്നീട് തീവ്രവാദികളുടെ കയ്യിൽ എത്തപ്പെടുകയും അവിടെ നിന്നും ഖുറേഷി പിടിച്ചുകൊണ്ട് തിരിച്ചു വരുന്നതായി കാണിക്കുന്നത് കൊണ്ടാണ് ആ സമയം ആ തടിയിൽ കുറച്ച് പഴക്കമുള്ളതുപോലെ കൂണുകളും മറ്റും പിടിച്ചിരിക്കുന്നതായും മറ്റും കാണിച്ചതും. കൂടാതെ ആ ഖബർ അടക്കിയിരിക്കുന്ന സ്ഥലത്ത് അത്തരത്തിലുള്ള മറ്റുള്ള ഖബറുകളോ അത്തരത്തിലുള്ള തടികൾ വെച്ചിരിക്കുന്നതായിട്ടോ ഒന്നും തന്നെ നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഖബർ അടക്കുന്ന സ്ഥലമൊന്നുമല്ലെന്നും പകരം ആ രാത്രി അവിടെ നിന്ന് അനിയനുമായി പോകുന്ന സമയത്ത് കണ്ടിട്ടുള്ള ഏതോ ഒരു സ്ഥലത്ത് അനിയനെ അടക്കം ചെയ്ത് അടയാളത്തിനായി ആ ഒരു പലക അവിടെ വെച്ചതാണെന്നും മനസ്സിലാക്കാം. ചിത്രത്തിന്റെ അവസാനത്തേക്ക് അടുക്കുമ്പോൾ ബജ്രംഗി മുന്നേ രക്ഷിക്കാനായി ആ ഒരു കൊട്ടാരത്തിന്റെ അടുത്തേക്ക് വരുമ്പോൾ തുടക്കത്തിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു അമ്പലത്തിന്റെ ഭാഗവും അവസാന സീനിൽ ആ ഒരു അമ്പലത്തിന്റെ ഭാഗവും കാണിക്കുമ്പോൾ പൂർണ്ണമായും അതിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നതായി കാണാം. മസൂദും കുടുംബവും ആദ്യം അങ്ങോട്ടേക്ക് യാത്ര പോകുമ്പോൾ അവിടെയെല്ലാം പച്ചവിരിച്ച് നിൽക്കുന്നതായും പാടമെല്ലാം പൂത്തു നിൽക്കുന്നതായും മരം നിൽക്കുന്നതായും അമ്പലത്തിൽ പൂജയുള്ളതായും മറ്റും കാണിക്കുന്നുണ്ട്. എന്നാൽ അവസാനം ബജ്രംഗി അങ്ങോട്ടേക്ക് പോകുന്ന സമയം അവിടെയെല്ലാം ഉണങ്ങിക്കരിഞ്ഞിരിക്കുന്നതായും അമ്പലത്തിലെ പൂജ ഇല്ലാതായിരിക്കുന്നതായും എന്തിന് റിബൺ കെട്ടിയിരിക്കുന്ന വശം പോലും മാറിയിരിക്കുന്നതായും ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറിയിരിക്കുന്നതായും കാണിക്കുന്നു. സോ ആദ്യത്തെ സീനിൽ നിന്നും നേരെ ഓപ്പോസിറ്റ് സീനാണ് അവസാനത്തേതെന്ന് കാണിച്ചപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ മൊത്തത്തിൽ ഓപ്പോസിറ്റ് ആക്കിയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. കൂടാതെ മസൂദും കൂട്ടരും അവിടേക്ക് അഭയത്തിനായി വന്നതും ബജ്രംഗിയും കൂട്ടരും ആക്രമിച്ചതും രാത്രിയിലായിട്ടാണ് ആദ്യം കാണിച്ചതെങ്കിൽ അവസാന സീനിൽ നേരെ ഓപ്പോസിറ്റായി ഈ ഫൈറ്റുകൾ നടക്കാൻ പോകുന്നത് പകൽ സമയത്താണെന്നും കാണിക്കുന്നു. മറ്റൊന്ന്, സ്റ്റീഫൻ എന്ന ക്യാരക്ടർ ഇന്ത്യയിലുള്ളപ്പോൾ അല്ലെങ്കിൽ കേരളത്തിലുള്ളപ്പോൾ അദ്ദേഹം ധരിക്കുന്ന വേഷം ഫുൾ വൈറ്റ് ആണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റായി മറ്റുള്ള രാജ്യങ്ങളിലേക്ക് അദ്ദേഹം പോകുമ്പോൾ ഖുറേഷി എബ്രാമായി കാണിക്കുമ്പോൾ ഫുൾ ബ്ലാക്ക് വേഷമാണ് അദ്ദേഹം ധരിക്കുന്നത്. ഇതല്ലാതെ സ്റ്റീഫനായി തന്നെ എന്നാൽ ഖുറേഷിയുടെ ഗ്യാങ്ങിന്റെ ഉൾപ്പെടെ വരുമ്പോൾ മാത്രമാണ് അദ്ദേഹം വൈറ്റും ബ്ലാക്കും വേഷം ധരിക്കുന്നത്. അതും ഫസ്റ്റ് ചിത്രത്തിൽ ബോബിയുടെ മുന്നിൽ വരുമ്പോഴും എംബ്രാനിൽ ആ ഒരു ഫൈറ്റ് സീനിലുമാണ് ഇങ്ങനെ ഖുറേഷി ഗ്യാങ്ങിന്റെ കൂടെ വരുമ്പോൾ വൈറ്റും ബ്ലാക്കും വേഷം അദ്ദേഹം ധരിക്കുന്നത്. അതല്ലാതെ സ്റ്റീഫൻ എന്ന ക്യാരക്ടർ സ്വന്തം നാട്ടിൽ ഫുൾ വൈറ്റ് വേഷവും പുറം നാട്ടിൽ ഫുൾ ബ്ലാക്ക് വേഷവുമാണ് ധരിക്കുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഷെൻഡ്രയാഡിലെ റിഗ്യൂനയുടെ ക്യാരക്ടറിനെ കാണിക്കുന്നത്. അയാൾ സ്വന്തം നാട്ടിൽ ചൈനയിൽ ബ്ലാക്ക് വേഷവും നേരെ ഓപ്പോസിറ്റായി പുറം രാജ്യത്ത് ബോറിസിനെ കൊല്ലാനായി പോകുമ്പോൾ ഫുൾ വൈറ്റുമാണ് ധരിക്കുന്നത്. ഇതിലൂടെ ഈ രണ്ട് ക്യാരക്ടറുകളുടെ സ്വഭാവത്തിൽ തന്നെ അല്ലെങ്കിൽ സ്റ്റൈലിൽ തന്നെ വന്നിരിക്കുന്ന മാറ്റം കാണിക്കുന്നു. ഇനിയുള്ളൊരു കാര്യം ഒരു ഡൗട്ടാണ്. അതായത് ഈ സ്റ്റീഫൻ അല്ലെങ്കിൽ ഖുറേഷി എന്ന ക്യാരക്ടർ ഒരു മോതിരം ധരിക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. ഇത് സിക്കാഡ എന്നാണ് പറയുന്നത്. ഈ സിക്കാഡ എന്നത് ചീവീടുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആദ്യ ചിത്രത്തിലും മറ്റും അവസാന ഭാഗത്ത് കാണിക്കുന്ന ആ മോതിരത്തിലുള്ളത് ചീവീടാണെന്ന് പലരും പറഞ്ഞിരുന്നു. എന്നാൽ ഈ ചിത്രത്തിലേക്ക് എത്തുമ്പോൾ അതൊരു ചീവീടിന്റെ മോതിരമല്ല, പകരം ഒരു പരുന്താണ് എന്ന് നമുക്ക് കാണാം. സോ ആദ്യ ചിത്രത്തിൽ ലൂസിഫറിന്റെ അവസാനം കാണിച്ചിരിക്കുന്നതും ചീവീടല്ല, പകരം ആ പരുന്തിന്റെ മോതിരം തന്നെയാണ്. എന്നാൽ അവിടെ കൈ തിരിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ മോതിരം തിരിച്ച് കാണിച്ചിരിക്കുന്നത് കൊണ്ടാണ് അത് ചീവീടായി നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. സോ രണ്ട് ചിത്രത്തിലും പരുന്തിന്റെ മോതിരം തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇതിനെ സിക്കാഡ എന്ന് വിളിക്കുന്നത്? ഒരു പക്ഷേ ആ ഒരു പരുന്തിന്റെ വാലിന്റെ ഭാഗം വെച്ച് തല തിരിച്ചു കാണിക്കുമ്പോൾ അത് ചീവീടിനോട് സാദൃശ്യം തോന്നുന്നത് കൊണ്ടാണോ, അതോ 2012 ഉണ്ടായിരുന്ന ആ ഒരു സിക്കാഡ പസിലിനെ സൂചിപ്പിച്ചുകൊണ്ട് ഇതിൽ ക്ലൂ ഒളിപ്പിച്ചു വെക്കുകയും അത് കണ്ടെത്തുകയും വേണം എന്ന രീതിയിലാണോ? നിങ്ങൾക്ക് ആ ഒരു കാര്യം അറിയാമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്തുക. സോ ഇനിയുള്ള ഡീറ്റെയിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നതാണ്. അതായത് അവസാനം കാർത്തികിനെ കൊല്ലുന്നതായി കാണിച്ചിട്ടുള്ള ആൾ മിക്കവാറും റാവുത്തർ എന്ന ക്യാരക്ടറിന്റെ മകനായിരിക്കും. കാരണം അവിടെ ആ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ തന്നെയാണ്. സോ ആന്റണി പെരുമ്പാവൂരിന്റെ ആ ക്യാരക്ടർ റാവുത്തറിനെ അവതരിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് സ്റ്റീഫന്റെ ചെറുപ്പമായി പ്രണവ് മോഹൻലാൽ വരുന്നത് പോലെ റാവുത്തറിന്റെ മകനായി ഈ ഒരു ക്യാരക്ടർ തന്നെ വരികയും റാവുത്തർ സ്റ്റീഫന്റെ അല്ലെങ്കിൽ ഖുറേഷിയുടെ ആളായതുകൊണ്ട് ഖുറേഷിക്ക് വേണ്ടി അല്ലെങ്കിൽ റാവുത്തറിന് വേണ്ടി അയാളുടെ മകൻ വന്നുകൊണ്ട് ഇങ്ങനെ കൊല്ലുന്നതായിട്ടും കാണിച്ചതാകാം. വീഡിയോയുടെ അവസാനിക്കുന്നില്ല, ഇതിന്റെ സെക്കൻഡ് പാർട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും. അതുവരെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ഇതുപോലെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് സെക്ഷൻ ഉൾപ്പെടുത്തുക. അടുത്ത വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. അത്തരത്തിലുള്ള ഒരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.